നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? രാവിലെ എഴുന്നേറ്റ് പഠിക്കാനായിട്ടിരിക്കും, പക്ഷേ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും, ലേസി ആയിട്ട് ഫീൽ ചെയ്യും, ഒരു ഫോക്കസ് ഉണ്ടാവില്ല. ആൻഡ് പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരിക, ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല. ഇത് നിങ്ങളുടെ മാത്രമല്ല, ഒരുപാട് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണിത്. അപ്പോൾ അതിനുള്ള കുറച്ച് സൊല്യൂഷൻസ്, 4 വേദിക് സൊല്യൂഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ഈ പറഞ്ഞ പോലെ പഠിക്കുമ്പോൾ ഉറക്കം വരിക, ലേസിനെസ് ഫീൽ ചെയ്യുക, ടയർഡ്നെസ് ഫീൽ ചെയ്യുക. നമുക്ക് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരിക്കും. രാവിലെ നേരത്തെ എണീക്കണം, ഈ പോർഷൻസ് ഫുള്ള് പഠിക്കണം, സെറ്റാകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് രാവിലെ എണീക്കുമ്പോൾ ഒന്നിനും പറ്റുന്നുണ്ടാവില്ല. സോ വേദിക് സയൻസിൽ ഇതിന് കാരണമായിട്ട് പറയുന്നത് തെറ്റായ സമയത്ത് ഉറങ്ങുക, തെറ്റായ രീതിയിൽ ഉറങ്ങുക, ബാഡ് ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആയിരുന്ന സമയത്ത് വളരെ എനർജറ്റിക് ആയിട്ടായിരിക്കും ഉണരുന്നത്. കാരണം എന്താ? കറക്റ്റ് ടൈമിൽ ഉറങ്ങും, നല്ല ലൈഫ് സ്റ്റൈലായിരിക്കും, ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല, സോ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. പക്ഷേ വലുതായപ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറി, കറക്റ്റ് ടൈമിൽ ഉറങ്ങില്ല, ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കും, ബാഡ് ഫുഡ്, ജങ്ക് ഫുഡ്സ് എക്സെട്ര. സോ ഇതൊക്കെ കാരണം നമുക്കൊന്നിനും എനർജി ഉണ്ടാവില്ല. സോ ഇത് ഓവർകം ചെയ്യാനായിട്ടുള്ള 4 വേദിക് സൊല്യൂഷൻസ് പറഞ്ഞുതരാം. നമ്പർ 1, ബ്ലഡ് സർക്കുലേഷൻ എക്സസൈസ്. നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ ദെൻ എപ്പോഴും നമുക്കൊരു ഡ്രൗസി ഫീലിംഗ് ആയിരിക്കും, ടയേർഡായിട്ട് ഫീൽ ചെയ്യും. സോ ബ്ലഡ് സർക്കുലേഷൻ എക്സസൈസ് ഫോളോ ചെയ്താൽ മതി. ഒരു സിമ്പിളായിട്ടുള്ള എക്സസൈസ് പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പഠിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ചെവി ചെറുതായിട്ട് ഇങ്ങനെ പിൻ ചെയ്തുകൊണ്ടിരിക്കുക, ചെവിയുടെ താഴെയും മേലെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പിടിക്കുക, കുറച്ച് പ്രാവശ്യം പിൻ ചെയ്യുക, ചെറുതായിട്ട് നുള്ളുക. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ചൂടാവും. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചെയ്തു നോക്കിക്കോ. ചെവിയുടെ മേലെയും താഴെയും ഒക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ പിൻ ചെയ്യുക. അപ്പോൾ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഉറക്കവും പോവും, എനർജറ്റിക് ആവുകയും ചെയ്യും. പിന്നെ അതേപോലെ പഠിക്കുമ്പോൾ കുറച്ചൊക്കെ എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ കൈ ഇങ്ങനെ മൂവ് ചെയ്യല്ലേ, അപ്പോൾ വീണ്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടും. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴാണ് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതും ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നതും. സോ ഇനി ഉറക്കം വരുമ്പോൾ ചെവി ഇങ്ങനെ പിൻ ചെയ്ത് നോക്കുക, അതേപോലെ എഴുതി പഠിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഉറക്കം പോയി കിട്ടും. നമ്പർ 2, ഈറ്റ് ലെസ്. കുറച്ച് ഭക്ഷണം കഴിക്കുക, പക്ഷേ ഫ്രീക്വൻസി കൂട്ടുക. കുറച്ച് ഭക്ഷണം പല തവണയായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒറ്റയടിക്ക് കുറേ ഭക്ഷണം കഴിച്ചാൽ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ? ഇപ്പോൾ മന്തിയൊക്കെ കഴിക്കുമ്പോൾ കുറേ അങ്ങോട്ട് കഴിച്ചാൽ നമ്മൾ പിന്നെ ടയേർഡാവും, ഭയങ്കരമായിട്ട് ഉറക്കം വരും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒറ്റയടിക്ക് കുറേ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കൂടുതൽ ഓക്സിജനും ഈ ഹെവി ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടയേർഡായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. സിമ്പിൾ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് കഴിക്കുക, ബട്ട് ഫ്രീക്വൻസി കൂട്ടുക. ഇപ്പോൾ ഒരു ദിവസം 3 നേരം ഹെവി ആയിട്ട് കഴിക്കുന്നതിന് പകരം 5 or 6 നേരം കഴിക്കാം, ബട്ട് കുറച്ച് ഭക്ഷണം കഴിക്കുക. അപ്പോൾ നിങ്ങളുടെ എനർജി ബാലൻസ്ഡ് ആയിരിക്കും. അതേപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വാക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യുക. അപ്പോൾ ആ കഴിച്ച ഭക്ഷണമൊക്കെ കുറച്ചൊക്കെ ദഹിക്കും, ഡൈജസ്റ്റ് ആവും. സോ കുറച്ച് ഭക്ഷണം കഴിക്കുക, ബട്ട് ഫ്രീക്വൻസി കൂട്ടുക. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ കീം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ദെൻ നിങ്ങൾക്ക് കോളേജ് ദോസ്തിൻ്റെ വാട്സപ്പ് ചാറ്റ് ബോട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കീം എക്സാമിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതേപോലെ കീം എക്സാം കട്ട് ഓഫ്സ് അറിയാം, സീറ്റ് അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് അറിയാം. അങ്ങനെ കീമിന് ഹെൽപ്ഫുൾ ആവുന്ന കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു വീഡിയോ. നമ്പർ 3, ഫിക്സഡ് റൂട്ടീൻ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈമിൽ ഉറങ്ങാൻ പോവുക എന്നതാണ്. ഡെയിലി ഒരേ സമയത്ത് ഉറങ്ങുക ആൻഡ് ഒരേ സമയത്ത് എഴുന്നേൽക്കുക. ഇപ്പോൾ നമ്മളൊക്കെ തോന്നുന്ന സമയത്ത് കിടക്കുക, തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുക, ഒരു റൂട്ടീൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്കൊരു ഫോക്കസ് കിട്ടില്ല. നിങ്ങളുടെ ബോഡിയിലെ സർക്കേഡിയൻ റിതത്തെ അത് ബാധിക്കും. നിങ്ങളുടെ ശരീരത്തിന് തന്നെ അറിയില്ല നിങ്ങൾ എപ്പോൾ കിടക്കും, എപ്പോൾ ഉണരും എന്നുള്ളത്. സോ പ്രോപ്പറായിട്ട് ബ്രെയിന് വർക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു റൂട്ടീൻ ബിൽഡ് ചെയ്യുക. ഡെയിലി ഒരേ സമയത്ത് ഉറങ്ങാൻ പോവുക. അത് 10 മണിയാവാം, 11 മണിയാവാം, 12 മണിയാവാം, വാട്ട് എവർ, അത് നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ബട്ട് ഡെയിലി അതേ സമയത്ത് തന്നെ ഉറങ്ങണം. ആൻഡ് ഒരു 7 hours ഉറങ്ങിയിട്ട് ഫിക്സഡ് ടൈമിൽ ഉണരുക. ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്ക്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും, 100%. ബട്ട് ഡെയിലി അത് ഫോളോ ചെയ്യണം കേട്ടോ. അല്ലാതെ 2 ദിവസം അങ്ങനെ ചെയ്തു പിന്നെ 4 ദിവസം ചെയ്യുന്നില്ല, അങ്ങനെ ആവരുത്. അതുകൊണ്ട് കാര്യമില്ല, ഡെയിലി വേണം. ആൻഡ് സീ വാട്ട് യുവർ ബോഡി ക്യാൻ ഡു. സോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇനി എത്ര മണിക്ക് ഉറങ്ങാൻ പോകും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊന്ന് നോക്കട്ടെ. ആൻഡ് നമ്പർ 4, ദ 5 second റൂൾ. 4ാമത്തെ കാര്യം ഒരു സിമ്പിൾ റൂളാണ്, ദ 5 second റൂൾ. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് 5 സെക്കൻഡിനുള്ളിൽ തന്നെ എടുക്കുക. കുറേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഫോർ എക്സാമ്പിൾ, രാവിലെ എണീക്കാനായിട്ട് അലാറം അടിച്ചു, അപ്പോൾ വിത്തിൻ 5 seconds അത് ഓഫ് ചെയ്ത് എഴുന്നേൽക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കണം. അല്ലാതെ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇപ്പോൾ എണീക്കണോ, കുറച്ച് നേരം കൂടി കിടന്നാലോ, ഒരു 5 മിനിറ്റ് കിടക്കാം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ബ്രെയിനും പറയും, ആടാ ഈ കിടന്നോ, എന്തിനാ അപ്പോൾ നേരത്തെ എണീക്കണേ എന്നൊക്കെ. നമ്മളുടെ ആ ഒരു ലേസി സെൽഫ് പുറത്ത് വരും. പിന്നെ 5 മിനിറ്റ് 1 മണിക്കൂർ ആവുന്നതൊന്നും നമ്മൾ അറിയുകയില്ല. സോ അലാറം
അലാറം അടിക്കുമ്പോൾ വിത്തിൻ 5 സെക്കൻഡ്സ് അത് ഓഫ് ചെയ്ത് എഴുന്നേൽക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കണം. ആക്ഷൻ എടുക്കണം. അധികം ചിന്തിക്കാനായിട്ട് സമയം കൊടുക്കരുത്. കുറേ ചിന്തിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് മടി കയറി വരും. അപ്പോൾ ഇതേപോലെ ഡിസിഷൻസ് എടുക്കുമ്പോൾ വിത്തിൻ 5 സെക്കൻഡ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങോട്ട് പോയി ചെയ്തോളും. ട്രൈ ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് പഠിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാനുള്ള 4 വേദിക് സൊല്യൂഷൻസ്, 4 വേദിക് ടിപ്സ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ പ്രശ്നം കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.